ചേട്ടന്റെ വീട് എവിടെയാണ്? എനിക്ക് വീടില്ല, വീടും സ്ഥലമൊന്നുമില്ല. ഞാൻ പത്തനംതിട്ട തന്നെയാണ്. എൻ്റെ വീടും സ്ഥലമല്ല, വീടും സ്ഥലമെല്ലാം നഷ്ടപ്പെട്ടു പോയി. എനിക്കിപ്പം വയസ്സ് 67 വയസ്സുണ്ട്. ഞാനിവിടെ തടി വെട്ടും, കിണർ വെട്ടും, അങ്ങനെ കൂലിപ്പണി, കൃഷിപ്പണികളൊക്കെ അങ്ങനെ ഒരുപാട് പണികളൊക്കെ ചെയ്തു. എല്ലാ ദിവസവും ഇവിടെയാണോ കിടക്കുന്നത്? ഞാനിപ്പം ഒരു വർഷം കൊണ്ട് ഇവിടെ കിടക്കുന്നത്. മറ്റേ ഞാനിവിടെ നേരത്തെ ആനന്ദ ലോഡ്ജിൻ്റെ അവിടെ ആയിരുന്നു കിടക്കുന്നത്. പല സ്ഥലങ്ങളായിട്ട് മാറിക്കിടക്കും അല്ലേ? അല്ല, ചിലപ്പം ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ കടക്കാർക്ക് കിടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാറിയല്ല പറ്റുമോ. കടക്കാർ നല്ല സഹകരണമാണ്. കടക്കാർ കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ നേരത്തെ കണ്ടു, കൈ കാണിച്ചിട്ടൊക്കെയാണ് പോയത്. കൊതുകിന്റെ ശല്യം ഉണ്ടല്ലേ? കൊതുകിന്റെ ശല്യമുണ്ട്. അത് പകരമാകുമോ? വലിയ കുഴപ്പമില്ല. കൊതുക് ഇതിപ്പോ വെളുക്കുന്നിട വരെ അങ്ങനെ കത്തിക്കാൻ പറ്റത്തില്ലല്ലോ. വൈകിട്ട് ദൈവത്തെ വിളിച്ച് ഒരു തിരി കത്തിച്ച് അങ്ങനെ വെച്ചു കിടക്കുന്നുള്ളേ ഉള്ളൂ. ഇതിപ്പോ അരമണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോൾ ഇതങ്ങ് തീരും. പിന്നെ നമ്മളങ്ങ് കിടക്കും, കൈലിയെല്ലാം പോതച്ച് അങ്ങ് കിടക്കും. നമ്മൾ സാധാരണ സുഖനിദ്ര എന്നൊക്കെ പറയാറുണ്ട്, അങ്ങനെ ഉറങ്ങുന്നവരുണ്ട് ധാരാളം. താങ്കളെ സംബന്ധിച്ച് ഇങ്ങനെ ഈ റോഡരികിൽ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ തുടർച്ചയായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടോ? പിന്നെ കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ പോലീസുകാർക്ക് മൊത്തം എന്നെ അറിയാം. ഞാൻ ഈ നാട്ടുകാരനാണ്. പോലീസുകാർക്ക് അറിയാം അല്ലേ? പോലീസുകാർക്ക് മൊത്തം എന്നെ അറിയാം. പോലീസുകാരുടെ ഭാഗത്തൊന്നും നമുക്ക് യാതൊരു... അതെ അരുൺ, പോലീസുകാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് DSP ഓഫീസിന് അടുത്ത് തന്നെയാണ്. അപ്പോൾ പോലീസുകാരെ സംബന്ധിച്ചും നൈറ്റ് പട്രോളിങ്ങൾക്ക് പോകുന്ന എല്ലാ ആളുകൾക്കും അറിയാം. എല്ലാവർക്കും അറിയാം. അവർ 24 മണിക്കൂർ എന്നെ കണ്ടുകൊണ്ടായിരിക്കുന്നത്. ഞാൻ എവിടെ ഇരിക്കുന്നു, എവിടെ കിടക്കുന്നു, എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കുന്നത്. CA മുതൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും. പിന്നെ നമ്മൾ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കുഴപ്പക്കാരനല്ല നമ്മൾ.